ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയം താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. നഗരസഭയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്ന ഒരു കത്ത് ഇപ്പോൾ വലിയ തരത്തിൽ ഈ സോണ്ട കമ്പനിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഈ കത്തിൽ വളരെ കൃത്യമായി പറയുന്നു, ഈ മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിക്കുന്നതിനാവശ്യം ബയോ വേസ്റ്റ് അടക്കം ബയോ മൈനിങ് ഉൾപ്പെടെ ചെയ്യുന്നതിനായി കൃത്യമായ സംവിധാനങ്ങളില്ല. മുൻകൂർ 50% തുക മുൻകൂർ നൽകി 2 മെഷീനുകൾ വാങ്ങാൻ വേണ്ടി, എന്നാൽ ഒരു മെഷീൻ മാത്രം വാങ്ങുകയും ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 14-ന് ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഗുരുതരമായ കൃത്യവിലോപമാണ് ഈ കമ്പനി നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ല, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗം തെറ്റുണ്ടോ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ സർക്കാരും കോർപ്പറേഷനും നടപടി സ്വീകരിക്കും. അതിലുപരിയായിട്ട് തീപിടുത്തത്തിനെ സംബന്ധിച്ചുള്ളവരാണെങ്കിലും ബ്രഹ്മപുരത്ത് തീപിടുത്തം പതിവാണ്. ഈ വേനൽക്കാലത്ത് കൊടും ചൂടല്ലേ, ഒരു തരി വീണാൽ പോലും അവിടെ തീപിടുത്തം ഉണ്ടാവും. ശരിയാണ്, 10 ദിവസത്തോളം കൊച്ചിയെ വല്ലാത്തൊരവസ്ഥയിലാക്കിയ തീപിടുത്തം അത് ഒരു പരിധിവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ള സത്യം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യസാധ്യമായ എല്ലാ പ്രവർത്തികളും അവിടെ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 80ഓളം ഫയർ എഞ്ചിനുകൾ, അതുപോലെ തന്നെ JCB എല്ലാം ആയിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ പുക വ്യാപിച്ചു. ഇത് നമ്മുടെ മുന്നിൽ ഉയർത്തുന്ന ചില വസ്തുതകളുണ്ട്. അവിടെയൊക്കെയാണ് ഈ ചർച്ച കൊണ്ടുപോകേണ്ടത്. അതായത് ആധുനിക വേസ്റ്റ് ടു എനർജി മാലിന്യ പ്ലാന്റുകൾ കേരളത്തിൽ എവിടെ തുടങ്ങാൻ സർക്കാർ പദ്ധതി ഇട്ടാൽ അവിടെയെല്ലാം ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അത് വലിയ പരിസര മലിനീകരണം ഉണ്ടാക്കുന്നു പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന ഇത്തരം ദ്രോഹങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ പെരിങ്ങമല എന്ന് പറയുന്ന സ്ഥലം നെടുവങ്ങാടിനടുത്ത്, അതുപോലെ കോഴിക്കോട് ഈ ബ്രഹ്മപുരത്ത് തന്നെ വേസ്റ്റ് ടു എനർജി പിന്നെ ഫാക്ടറി, അത് ലോകത്തിലെ പല രാജ്യങ്ങളും വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വളം, ബ്രിക്സ്, ഇങ്ങനെയുള്ള പല പിന്നെ ഉപ പ്രോഡക്റ്റുകൾ അതിനകത്ത് ഉത്പാദിപ്പിക്കും. അതുപോലെ തന്നെ പരിസര മലിനീകരണം എന്ന് പറഞ്ഞാൽ 0.1% ഉള്ളൂ. നമ്മുടെ ഒരു ഡീസൽ വാഹനത്തിൽ നിന്ന് പുറപ്പെടുന്ന 18% പരിസര മലിനീകരണമാണ്. അപ്പൊ അത്തരം പദ്ധതികൾ കേരളത്തിലെ ശാപമായ ഈ മാലിന്യങ്ങൾ പിന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വരുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണിത്. ജനങ്ങൾ മനസ്സുകൊണ്ട് തന്നെ അത്തരം നല്ല പ്ലാന്റുകളെ വെൽക്കം ചെയ്യണം. പല സ്ഥലത്തും ഞാനും ഇത് പോയി കണ്ടിട്ടുള്ള, അവിടെയൊക്കെ ഒരു സ്റ്റാർ ഹോട്ടലിൽ കയറുന്ന പോലെയുള്ള സൗകര്യങ്ങളാണത്. ഇത്തരം പ്ലാന്റുകൾ ഈ ജനങ്ങൾ പ്രതിരോധിക്കുന്നതിന് നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഉള്ള പ്ലാന്റുകളിൽ നടക്കുന്നത് ഇതാണ്, ഇത്തരം വലിയ ദുരന്തങ്ങളാണ്. ഈ ദുരന്തങ്ങൾ കാണുന്ന ജനങ്ങൾ തങ്ങളുടെ സമീപ പ്രദേശത്ത് ഇത്തരം ഒരു പ്ലാന്റ് വരാൻ എങ്ങനെ അനുവദിക്കും? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മപുരം പ്ലാന്റ് അല്ല. ബ്രഹ്മപുരം ഒരു പ്ലാന്റ് അല്ല. ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അവിടെ ഇത്തരം കേരളത്തിൽ ഒരു സ്ഥലത്തും വേസ്റ്റ് ടു എനർജി പ്ലാന്റുകൾ ഇന്നുവരെ പിന്നെ പദ്ധതികളുണ്ടെങ്കിലും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ള ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ കോഴിക്കോട് തന്നെ അത്ര ഒരു പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ നമുക്കറിയാം, ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് എത്രയോ ദിവസം അവിടെ പ്രതിഷേധങ്ങൾ നടത്തി. അപ്പോഴും പിന്നെ കോർപ്പറേഷനും സർക്കാരും പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ വലിയ വിജയമായിട്ട് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പദ്ധതികൾ കേരളത്തിൽ വരേണ്ട സമയം അതിക്രമിച്ചു. അല്ലാതെ കൊണ്ട് നമ്മുടെ ഈ പിന്നെ മാലിന്യങ്ങൾ, ഈ ജൈവ മാലിന്യങ്ങൾ എവിടെ കൊണ്ട് പ്രോസസ് ചെയ്ത് നശിപ്പിക്കും? ഇതൊരു വലിയ പ്രശ്നമല്ലേ? ഒരു എന്താ പറയുക, ഒരു കേരളം ഒരു ടൗൺഷിപ്പ് പോലെ ആയിപ്പോയി. എത്രയോ ഫ്ളാറ്റുകളിൽ നിന്ന് വേസ്റ്റുകളുണ്ട്, വില്ലകളിൽ നിന്ന്. അതുപോലെ ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുക എന്ന് പറയുന്നു പ്രാക്ടിക്കൽ അല്ല. പ്ലാസ്റ്റിക് ഒക്കെ ഭൂമിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ 800 വർഷം എടുക്കും അത് ഡീക്കേ ആകാൻ വേണ്ടിയിട്ട്, മണ്ണിനോട് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരം പദ്ധതികൾ ഇത് മാലിന്യങ്ങളെല്ലാം പിന്നെ ഡിവൈഡ് ചെയ്ത് ഖരമാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളായിട്ട് വേർതിരിച്ച് അത് പ്രോസസ്സ് ചെയ്യുന്ന ഇത്തരം യൂണിറ്റുകൾ വന്നേ പറ്റൂ. നമ്മുടെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ പറയുന്ന പിന്നെ ബ്രഹ്മപുരം പദ്ധതി. ഇപ്പൊ കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് ഇങ്ങനെ പോയിട്ട് കേരളത്തിലെ മാലിന്യത്തിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. കേരളത്തിലെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത്തരം പ്ലാന്റുകൾ വരണം. 50 ടൺ മുതൽ 800 ടൺ വരെ ഒരു ദിവസത്തിൽ പ്രോസസ്സ് ചെയ്ത് മാലിന്യ സംസ്കരണത്തിന് പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് വിദേശ രാജ്യങ്ങളിൽ ഏതാണ്ട് 70 വർഷമായിട്ട് തന്നെ യൂറോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്താണ് ഇത്തരം പ്ലാന്റുകൾ. അത് അവിടെ പോയി കണ്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്താണ്ട് കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ ഉള്ള ജനപ്രതിനിധികളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സർക്കാർ തയ്യാറായിട്ട് പോലും അതിനെതിരെ പോലും മുഖം തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം ഒന്ന് മാറി കിട്ടണ്ടേ? ഇത്രയും വികസിച്ച ഇത്രയും പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് മുമ്പിൽ ഈ മാലിന്യം എന്ന് പറയുന്ന ഒരു ഗതികേടിന്റെ പ്രതീകമാണ്.
അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആലോചിക്കുന്നത്, ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഈ മാലിന്യ ബ്രഹ്മപുരത്ത് സംസ്കരണം വിഷയത്തിൽ ജനങ്ങൾ കൂടുതൽ അവബോധം ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നത് വസ്തുതയാണ്. ആ നിലയിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷേ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ശരി, വളരെ കൃത്യമായി ഫെബ്രുവരി 14 ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ഒരു കത്ത്, ഒന്നോ രണ്ടോ കത്ത് ഈ കമ്പനിക്ക് നൽകാൻ നഗരസഭ തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഈ മാലിന്യങ്ങൾ കൃത്യമായി ഈ പ്ലാന്റിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നു, അതിനപ്പുറത്തേക്ക് നഗരസഭയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നൊരു ധാരണയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതോടെ നഗരസഭയുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു എന്നുള്ളതാണ്. പക്ഷെ വളരെ കൃത്യമായി ഇത് സംസ്കരിക്കപ്പെടുന്നുണ്ട്, മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്ക് പോയില്ല. ഫെബ്രുവരി 14 ഒരു വിഷയമുണ്ടാകുന്നു, അതേ തുടർന്ന് ഒരു കത്ത് നൽകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ വിഷയത്തിൽ നഗരസഭ സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. അല്ല, നഗരസഭ ഫെബ്രുവരി 14 തീപിടുത്തം ഉണ്ടായപ്പോൾ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തില്ല, അവർക്ക് കത്ത് കൊടുത്തു. അപ്പൊ ആ ഫാക്ടറിയുടെ ഭാഗത്ത് ഈ പ്രസ്ഥാനത്തിന് ഇത് എഗ്രിമെന്റ് എടുത്തിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് വന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കണിശമായിട്ട് അത് അന്വേഷിക്കുന്നതന്നെ. സർക്കാർ പറഞ്ഞല്ലോ, അവിടെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. കൂടാതെ സർക്കാർ 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥലം പരിശോധിച്ച് കർമ്മസേനയെ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ മാലിന്യങ്ങൾ സംഭരിക്കാനുള്ള ഹരിതസേനയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ ഡംപ് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതൊക്കെയല്ലേ ഒരു ഗവൺമെന്റ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇതൊരു വലിയ സൂചന തന്നെയാണ്, ഞാനത് തർക്കിക്കുന്നില്ല. കാരണം കൊച്ചിയുടെ ഒരു വലിയ മാലിന്യ കൂമ്പാരം കത്തി അവിടെ പുകപടലങ്ങൾ വ്യാപിച്ചതിന്റെ ദുരന്തം, അത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ വെറുതെ തർക്കിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഇത് ഉണ്ടാതിരിക്കാനുള്ള മുൻകരുതലുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇത്തരം നല്ല പ്രവൃത്തികൾ വരുമ്പോൾ അതിനെ പിന്തുണച്ച് രാഷ്ട്രീയത്തിനതിനായിട്ട് കേരളത്തിലെ ജനങ്ങളിൽ ഒരു പരിസര മലിനീകരണത്തിന്റെ ഒരു ബോധോദയം, ആധുനിക വേസ്റ്റ് റീസൈക്ലിംഗ് പ്ലാന്റുകൾ, വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളൊക്കെ വരുന്നതിനെ നമ്മൾ പ്രോത്സാഹിക്കുക. നമുക്കറിയാം, ഇപ്പൊ ഗൾഫിലേക്ക് പോകൂ, ഇപ്പോൾ നിങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്തൊക്കെ ഈ ഇത്തരം പ്ലാന്റുകളുണ്ട്. അവിടത്തേക്ക് വേസ്റ്റ് പ്രോസസ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ? എന്തുകൊണ്ട് അത് കേരളത്തിൽ നടപ്പാകുന്നില്ല? എന്തുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വഴിയിലിറക്കുന്ന ഇത്തരം പ്ലാന്റുകൾ വരുമ്പോൾ? അതിനെക്കുറിച്ച് നിങ്ങൾ മാധ്യമങ്ങളൊരു ചർച്ച ചെയ്യൂ. ഇത് ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നമല്ലേ? നമ്മുടെ വഴിയോരങ്ങളിലെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിന്റെ ഒരു വലിയ പ്രശ്നമല്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളെ പോലുള്ള ചാനലുകൾ ആ അവബോധം സൃഷ്ടിക്കുക ജനങ്ങളുടെ, അതിനുള്ള പ്രചരണങ്ങൾ നടത്തുക. കാരണം കേരളം ഒന്ന് ശുചിയായിട്ടിരിക്കട്ടെ. തീർച്ചയായും റെജി ലൂക്കോസ്, ആ വിഷയം ആ തരത്തിൽ വിഷയങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്. അതായത് ഈ സോണ്ട കമ്പനി വളരെ കൃത്യമായി ആദ്യഘട്ടത്തിൽ കൊല്ലം കോർപ്പറേഷനുമായി ഇത്തരത്തിൽ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവരെ സമീപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ 25% തുക മുൻകൂറായി നൽകണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കൊല്ലം കോർപ്പറേഷൻ അത് തള്ളിയതിനെ തുടർന്നാണ് പിന്നീട് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് 50% തുകയാണ് മുൻകൂറായി നൽകിയിരിക്കുന്നത്. 2 മെഷീനുകൾ ഇവിടെ എത്തിക്കും ഈ ബയോ മൈനിങ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരൊറ്റ മെഷീൻ മാത്രമാണ് ഇതുവരെയായിട്ടും വന്നിട്ടുള്ളത്. പക്ഷേ ഈ വിഷയങ്ങളിലൊന്നും കൃത്യമായൊരു നടപടിയെടുക്കുകയോ ഇത് കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനോ, ഗുരുതരമായൊരു കൃത്യവിലോപമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാനാവില്ല. ആ നിലയിൽ കോർപ്പറേഷനും വലിയ തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, ഞാൻ പറയുന്നത് നമ്മളങ്ങനെ കോർപ്പറേഷനെ കുറ്റപ്പെടുന്നില്ല. കോർപ്പറേഷൻ നിങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ഇതിനു മുമ്പ് ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ അവർക്ക് മുന്നറിയിപ്പ് കത്ത് കൊടുത്തു. അപ്പൊ അത് വീണ്ടും അവരെ അച്ചിരിക്കുന്നുള്ള പ്രതീക്ഷയായിരുന്നു. ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കനത്ത ചൂടില് ചെറിയൊരു തരി വീണാൽ പോലും വലിയൊരു ദുരന്തത്തിലേക്ക് മാറും. 100ഓളം ഏക്കറുകളിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു വലിയ മല തന്നെ അവിടെയുണ്ട്. പ്ലാസ്റ്റിക് കൂമ്പാരത്തിലാണ് തീ പിടിച്ചത്. ആ തീപിടുത്തം നിയന്ത്രിക്കാനായിട്ട് മനുഷ്യസഹജമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും അവിടെ മിഷണറിപരമായിട്ടും എല്ലാം അവിടെ ചെയ്തു. എന്നിട്ട് 7-8 ദിവസം എടുത്ത് അത് അണയ്ക്കാനായിട്ട്. അത് സ്വാഭാവികമാണ്. കാരണം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കത്തിക്കഴിഞ്ഞിട്ടുണ്ട്, അതിന് അടിയിലേക്ക് ഇത് ഉരുകി ഇറങ്ങും. അവിടുന്നാണ് ഈ പുകപടലങ്ങളെല്ലാം. അത് മാലിന്യം തന്നെയാണ്, പരിസര മലിനീകരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറ്റപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. അതിനുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. അത് ഒരു വിട്ടുവീഴ്ച കോർപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മുടെ കടക്കേണ്ട സമയം അതിക്രമിച്ചു. അതിന് നിങ്ങളെപ്പോലുള്ള സഹകരണം, അത് മനുഷ്യന്റെ ജീവനും പരിസരവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട്
ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങളുമായി പ്രോത്സാഹനം ഉണ്ടാവും. ഞാനിപ്പം ഗോവിന്ദ മാഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. തീർച്ചയായും വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, ഈ തിരക്കുകൾക്കിടയിലും കേരള വിഷനോടൊപ്പം ചേർന്ന് പ്രതികരണം രേഖപ്പെടുത്തിയതിന്. ഇപ്പോൾ AT അശ്വതി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അശ്വതി, ഈ കത്തിനെ